Good morning, students. Today we are moving to the next topic, that is traveling salesman problem or routing problem. Okay. So the topic itself, the name is given, salesman. ഒരു സെയിൽസ്മാൻ്റെ ജോബ് എന്താ? സെയിൽസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഓരോ റൂട്ട് അല്ലെങ്കിൽ ഓരോ സിറ്റി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഹി ഷുഡ് കംപ്ലീറ്റ് ഹിസ് സെയിൽസ്, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രാവലിംഗ് കോസ്റ്റ് വരും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അയാൾ ട്രാവൽ ചെയ്യാന്നുള്ളൊരു റൂട്ടിംഗ് കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ റൂട്ട് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് വി ഹാവ് 4 cities. ഓക്കെ, 4 cities ഉണ്ടെങ്കിൽ the rule is he should visit all the cities exactly once. കാര്യം മനസ്സിലായോ? എല്ലാ സിറ്റീസും വിസിറ്റ് ചെയ്യണം എക്സാക്ട്ലി വൺസ്. ഒറ്റ പ്രാവശ്യം മാത്രമേ പോകാൻ പാടുള്ളൂ, 2 പ്രാവശ്യമായിട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം പോകണ്ടേ. ഓരോ സിറ്റിയിലും വിസിറ്റ് ചെയ്യണം, മസ്റ്റ് ആയിട്ട് ABCD അതിൽ വിസിറ്റ് ചെയ്തിരിക്കണം, ബട്ട് എക്സാക്ട്ലി വൺസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഹി ഹാസ് ടു ഫോളോ. ദ സെക്കൻഡ് കണ്ടീഷൻ ഇസ് he should come back to the same city where he started. Okay, he should come back to the same city where he started. These are the 2 conditions he should follow. അപ്പോൾ വെറുതെ പോയാൽ പോരാ, അയാൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സിറ്റീസ് ഉണ്ടോ അത്രയും സിറ്റീസ് ട്രാവലും ചെയ്യണം, അത് ഒറ്റ പ്രാവശ്യം ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തണം. ഓർഡറിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ദീസ് ആർ ദ 4 cities, ABCD 4 cities എന്ന് ഓർത്തോ. ഇഫ് സപ്പോസ് he started from B, ഓക്കെ, ബിയിൽ നിന്നും എയിലെത്തി, ഓക്കെ, പിന്നെ അയാൾ D വിസിറ്റ് ചെയ്തു, പിന്നെ C വിസിറ്റ് ചെയ്തു. അപ്പോൾ എക്സാക്ട്ലി ഓൾ സിറ്റീസ് ഈ വിസിറ്റ് ചെയ്തു, ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷേ കംപ്ലീറ്റ് ആണോ റൂള്? അല്ല. ഹി ഷുഡ് കം ബാക്ക് ടു ദ സെയിം സിറ്റി വേർ ഹി സ്റ്റാർട്ടഡ്, അതായത് ബിയിൽ തിരിച്ചെത്തണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. സപ്പോസ് BACB, ഇത് നോക്കിക്കേ, അയാൾ BACB അയാൾ തിരിച്ചെത്തി, ബിയിൽ തന്നെ തിരിച്ചെത്തി, ബട്ട് ഹി ഹാവൻറ്റ് വിസിറ്റഡ് വൺ സിറ്റി ഡി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോഴും ദിസ് റൂട്ടിംഗ് കണ്ടീഷൻ ഇസ് നോട്ട് ഫോളോഡ്. എന്ത് ചെയ്യണം? ഡിയിലും കൂടി പോയി വന്നിട്ടേ ഇവിടെ എത്താൻ പാടുള്ളൂ, ബിയിൽ എത്താൻ പാടുള്ളൂ. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. അപ്പം അസൈൻമെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടത്, പക്ഷേ ഈ 2 റൂട്ട് കണ്ടീഷനും കൂടി നമ്മൾ ഫോളോ ചെയ്യണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് കുറേ പ്രൊസീജിയേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ട്. ഓക്കെ, so let's see what is the problem is. So this is your problem. So you can see some specialty in this particular problem, അല്ലേ? കുറച്ച് ബ്ലാങ്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഫിൽ ചെയ്യാത്ത നമ്പേഴ്സ് ഒരു ഡയഗണലി നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആൻഡ് വൺ മോർ സ്പെഷ്യാലിറ്റി, അസൈൻമെൻറ്റിൽ നിന്നും വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നത്, ആക്ച്വലി വി ആർ ഡൂയിങ് ദ സെയിം പ്രൊസീജിയർ ഓഫ് അസൈൻമെൻറ്റ്, ബട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബിലോങ്സ് ടു ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, കണ്ടോ? ഇങ്ങനെ ഡയഗണലി നമുക്ക് ബ്ലാങ്ക് ആയിരിക്കും, വാല്യൂസ് അവിടെ തന്നിട്ടുണ്ടാവില്ല. ദെൻ അനദർ സ്പെഷ്യൽ കേസസ് യു ക്യാൻ സീ, നമ്മൾ സാധാരണ അസൈൻമെന്റ് ചെയ്യുമ്പോൾ ജോബ് ടു മെഷീൻ, ജോബ് ടു പേഴ്സൺ ടു മെഷീൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടത്. ദ റോ നെയിം ആൻഡ് കോളം നെയിം വിൽ ബി ഡിഫറെൻറ്റ്. ഇവിടെ അങ്ങനെയല്ല, യു ക്യാൻ സീ ദ സെയിം നെയിം ഫോർ റോ ആസ് വെൽ ആസ് കോളം. ഇനി എന്തുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് വന്നു എന്ന് പറയാൻ, ഇപ്പം ആ സെയിൽസ്മാൻ, ഇഫ് സപ്പോസ് ദാറ്റ് സെയിൽസ്മാൻ ഇസ് ഇൻ ദ സെയിം സിറ്റി A, ആ A to A പോകാൻ അയാൾക്ക് ചെലവിൻ്റെ ആവശ്യമില്ല, അല്ലേ? ബിക്കോസ് ഈ ബിലോങ്സ് ടു ദ സെയിം സിറ്റി. അതേപോലെ B to B കാശ് വേണ്ട, C to C വേണ്ട, D to D ഡിസ്റ്റൻസ് ഇല്ല, E to E ഇല്ല, സെയിം സിറ്റിയിലായതുകൊണ്ട് ബാക്കി സിറ്റീസിലോട്ട് പോകുന്ന കോസ്റ്റ് ആയിരിക്കും ഈ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി. കാഴ്ചയിൽ എങ്ങനെയാണ് അസൈൻമെൻറ്റ് ട്രാവലിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ ഈ 2 ഇതാണ് നോക്കേണ്ടത്. 2 things, ഡയഗണലി ഫുൾ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? ബ്ലാങ്ക് ആയിരിക്കും. റോ ആൻഡ് കോളം വിൽ ബി സെയിം നെയിം ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് യു ടു ഡു ഹിയർ ഇസ്, ഇതിന് ഈ ബ്ലാങ്കിൻ്റെ അവിടെ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അവിടെ ഞാൻ ഇൻഫിനിറ്റി, അതായത് അവിടെ പ്രത്യേകിച്ച് കാശൊന്നും ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെയും ഇൻഫിനിറ്റി മീൻസ് വാട്ട് എവർ ഓപ്പറേഷൻ വി പെർഫോം ദർ ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി തന്നെ. പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഇൻറ്റു ചെയ്താലും എന്ത് ചെയ്താലും അതിന് നോ ചേഞ്ച്. ഓക്കെ, sorry, I made a mistake here. So this is your I should fill this blank with infinity. എവിടെയൊക്കെ ബ്ലാങ്ക് ഉണ്ടോ അവിടെയൊക്കെ ഇൻഫിനിറ്റി വെച്ച് ഫിൽ ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എന്താണോ ചെയ്യുന്ന അസൈൻമെന്റിൽ ചെയ്യുന്ന എന്താണോ ആ പ്രൊസീജിയർ തന്നെയാണ്. ഇറ്റ് ഈസ് എ ബാലൻസ്. ഒന്നും നോക്കേണ്ടത് ഒരു കോഴ്സ് പ്രോബ്ലം ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റോ സബ്ട്രാക്ഷൻ ചെയ്യണം, അല്ലേ? ദാറ്റ് ഇസ് യുവർ തേർഡ് സ്റ്റെപ്പ്. റോ സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. റോ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ദ സ്മോളസ്റ്റ്, ഇൻഫിനിറ്റിനെ മൈൻഡേ ചെയ്യേണ്ട, ബാക്കി എലമെന്റ്സിനെ കൺസിഡർ ചെയ്യുക. ഇൻഫിനിറ്റി അപ് ടു എൻഡ് ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. വിച്ച് ഇസ് സ്മോളസ്റ്റ് എലമെന്റ് ഹിയർ? 3, അല്ലേ? അപ്പോൾ 3 കൊണ്ട് കുറയ്ക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി 1, 4, 0 and 1. Second row, the smallest is what? 3. 3 എന്ന് പറയുമ്പോൾ
1, infinity as it is 3, 0 and 1. Third row, the smallest is 5, so it is 2, 1, infinity, 2 and 0. Fourth row, the smallest element is 3, so 0, 0, 4, infinity, 4. And the last row, the smallest is 4, 0, 0, 1, 3 and infinity. So this is the row subtracted values. Now let's see what is the column subtracted values. Column subtraction cheyalo. Column subtraction cheyan povane. Appo nokka, the first column there is 0, second column also 0. So no change for the first two columns. Second column 1, infinity, 1, 0. Third, the smallest element is what? No need to consider infinity, 1 is the smallest. So it is 3, 2, infinity, 3 and 0. Fourth column and fifth column, again we got 0 values there. So no smallest element. Okay. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്താ സാധാരണ ചെയ്യാൻ പോകുന്ന പോലെ അസൈൻമെന്റ് നമുക്ക് ചെയ്യാം അല്ലേ. അസൈൻമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്? എക്സാക്ട്ലി 1, 0 വരുന്ന കേസ് നോക്കാം. സോ ഐ എം ജസ്റ്റ് കോപ്പിങ് ദിസ് ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ. ഇൻഫിനിറ്റി 1, 3, 0, 1, 1, 2, 0, 0, infinity 2, 0, 1, 1, infinity 2, 0, 0, 0, 3, 0, infinity 4, 3, infinity. So I'm going to assign here. First row noki. Is it possible? Yes, possible. You can cross the 0 in that particular column. Second row there is no 0 left. Third row there is only 1 0. No 0 to cancel off. Fourth row it's not possible. 2 zeros. Fifth row also 3 zeros. It's not possible. Again I'm checking. First row finished. Second row finished. Third row it's not possible. Fourth and fifth not possible. Consider the column. First column patilla. Second column patilla. Consider the third. Yeah, it's possible. So you can cancel off these two zeros. Anala. Ini veendum. Row wise patilla because we got 2 zeros. Column wise okay. Yes, you can mark the 0 now. This cancel it. But our assignment is not complete. In the second row have no assignment. Second row assignment illa endengil endu cheyano parna we are doing the type 3 problem. Type 3 nu parayumbo endha cheyende njan ivide onnu venengil copy cheyam. Linki idu thanne cheyate ningalku ariyalo alle enganeya cheyendenu. So no assignment vannathu evideya ivide alle second row have no assignment. Adil 0 vannirikkunna evideya second column. Aa second column assignment vandirikkunna evideya first row. So you have to mark this row. So unticked row you cut here. Unticked row, unticked column. Ticked column is this fourth column is cancelled. Ini the smallest element edha nokke 1 is the smallest element. Uncovered ninnum aa 1 korikka. Intersection point edakke intersection ee 3 point il aa 1 add cheya. Okay, appo endu kittum nokka. Infinity as it is 1 minus 1 0, 3 minus 1 2, 0 cut cheyidadana illa. 1 minus 1 0. 1 again becomes 0, infinity 2 becomes 1, 0, 1 becomes 0, 3, no change, 2, 1, infinity, 2 is an intersection, add 1 add here, 3, 0, 0, 0, 3, infinity intersection infinity add 1 add infinity 4, next 0, 0, 0, 3 is an intersection point, so it becomes 4 and infinity. Again we have to make the assignment. First row patto cheyan patto illa, second row patto illa, third row cheya alle cancel cheya, fourth row pattilla, fifth row pattilla. Veendum njan nokki first row രണ്ടെണ്ണം വന്നു, സെക്കൻഡ് റോ രണ്ടെണ്ണം വന്നു, തേർഡിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് ഫോർത്തും ഫിഫ്ത്തും പറ്റില്ല. കൺസിഡർ ദ കോളം 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ നോക്കിയാൽ യെസ് ഓൺലി 1 0 ലെഫ്റ്റ്. ഇത് ചെയ്തു. ഇനി ഫോർത്ത് കോളത്തിൽ പറ്റുമോ? ഇല്ല, 2 എണ്ണം. വീണ്ടും നോക്കിയാൽ 2 എണ്ണം, 2 എണ്ണം, ഇവിടെ 2 എണ്ണം. കോളം വൈസ് 2 2 ഏതെടുത്താലും 2 വരെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? എങ്ങനെ നോക്കിയാലും 2 ആണെങ്കിൽ വി ക്യാൻ അപ്ലൈ വിച്ച് മെത്തേഡ്? ടൈപ്പ് 2 മെത്തേഡ്. ടൈപ്പ് 2 വെച്ച് നമുക്ക് ചെയ്യാം. So I just copied the same because 2 choice ഉണ്ട്. ഇപ്പോൾ taking the first എക്ക് 2 ചോയ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനതുകൊണ്ട് 2 അടുത്ത് വന്നുകൊണ്ട് ഐ എം ജസ്റ്റ് കോപ്പിങ് 2 times. 3 എണ്ണം ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഐ എം മാർക്കിംഗ് ദിസ് പർട്ടിക്കുലർ 0, അടുത്തതിൽ ഏതാ ചെയ്യേണ്ട? അപ്പുറത്തെ 0നെ മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് ഞാൻ റോയോ കോളോ ഒന്നും നോക്കാതെ ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ റോയിലുള്ളതിനെയും കോളത്തിലുള്ള 0സും കട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിയേ സെക്കൻഡ് റോ പറ്റുമോ? ഇപ്പോഴും പറ്റില്ല. തേർഡ് റോ നമ്മൾ ചെയ്തു. ഫോർത്ത് റോ നോക്കിയേ പറ്റുമോ അല്ലേ.
അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ മാർക്ക് ദിസ് പെർട്ടിക്കുലർ സീറോ. നൗ ദ അസൈൻമെൻറ്റ് ഇസ് കംപ്ലീറ്റ്. ഈ അസൈൻമെൻറ്റ് നമുക്ക് നോക്കാം എങ്ങനെ വന്നു എന്ന്. എ ബി സി ഡി ഇ, എ ബി സി ഡി ഇ. ഇനി നോക്കിയാൽ ഇതിൻ്റെ അസൈൻമെൻറ്റ് എ ടു ബി, പിന്നെ ബി ടു ഡി, സി ടു ഇ, ഡി ടു എ ആൻഡ് ഇ ടു സി. ഇതാണല്ലോ പ്രൊസീജിയർ. ഞാൻ കോസ്റ്റ് കാണുന്നില്ല ബിക്കോസ് ദിസ് ഇസ് എ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം അല്ലേ. അപ്പോൾ ഇത് റൂട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് മാത്രം കഴിഞ്ഞാലേ കോസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കോട്ടോ. ഐ എം റൈറ്റിംഗ് ദ സിറ്റീസ് വൺസ് അഗൈൻ. എ ബി സി ഡി ഇ എന്നും പറഞ്ഞ് എഴുതി. ആദ്യം അയാൾ എവിടെയായിരുന്നു? എ സിറ്റി. സോ ഞാൻ എ ക്യാൻസൽ ചെയ്തു. അത് ഒരാഴ്ച ആൾ വിസിറ്റ് ചെയ്തല്ലോ. ഇപ്പം അയാൾ എവിടെ എത്തി? ബി എന്ന് പറഞ്ഞ സിറ്റിയിലെത്തി അല്ലേ. അപ്പം ഞാൻ ബി ക്യാൻസൽ ചെയ്തു. ബി. ഇനി ബിയിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ബിയിൽ നിന്നും ഡിയിലോട്ട് പോയി. അപ്പൊ ഡി സിറ്റിയിൽ അയാൾ എത്തി. ഡി ക്യാൻസൽ ചെയ്തു. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്ന അയാൾ? ഡിയിൽ അല്ലേ. ഡി ചാടാ കണ്ടോ. അല്ലാതെ നിങ്ങൾ ഇത് നോക്കരുത്. ഒന്നുകൂടി ഞാൻ പറയാം. എന്ന് ബിയിലെത്തി. അപ്പൊ ബി സിറ്റിയിലാണ് ഇപ്പോൾ. ബി സിറ്റിന്ന് ആൾ എവിടെ എത്തി? ഡി സിറ്റി. ഇനി ഡിന്ന് എങ്ങോട്ട് പോകണമെന്ന് നോക്കാം. അപ്പൊ ഡിന്ന് എങ്ങോട്ടാ പോണേ? എയിലോട്ട് തന്നെ പോയി കണ്ടോ. അപ്പൊ എന്താ? എ ബി ഡി എ. അയാൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തി വിത്തൗട്ട് വിസിറ്റിംഗ് ദ ടു സിറ്റീസ്. സിയും ഇയിലും വിസിറ്റ് ചെയ്യാതെ മുമ്പ് തന്നെ ഏത് സിറ്റിയിലെത്തി? സ്റ്റാർട്ട് ചെയ്ത സിറ്റിയിൽ തന്നെ എത്തി. എല്ലാവരുടെയും പോയി കഴിഞ്ഞിട്ട് മാത്രമേ അയാൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ഈ കണക്ക് തെറ്റിപ്പോയി. പക്ഷെ നമുക്കൊരു ചോയ്സും കൂടി ഉണ്ട്. അത് ഓക്കെ ആവോ നോക്കാം. ഇപ്പം ഞാൻ ഈ സീറോനെ മാർക്ക് ചെയ്തു അല്ലേ. ഈ സീറോ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കോളത്തിലും ഉണ്ടാവില്ല, റോ വൈസും ഉണ്ടാവില്ല. അപ്പോൾ നോക്കിക്കേ, ഇത് മാർക്ക് ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്തു. ഇത് വന്നു. ഇതിൽ അസൈൻമെന്റ് ഒന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? എ ടു ഡി മാർക്ക് ചെയ്യാം അല്ലേ. എ ബി സി ഡി ഇ. ഇവിടെയും എ ബി സി ഡി ഇ. എ ടു ഡി, ബി ടു എ, സി ടു ഇ, ഡി ടു ബി ആൻഡ് ഇ ടു സി. ഇതാണ് കണ്ടീഷൻ. അപ്പം എ ടു ഡി, ബി ടു എ, സി ടു ഇ, ഡി ടു ബി ആൻഡ് ഇ ടു സി. ഇതിൽ വിസിറ്റ് ചെയ്തെന്ന് ഒന്നും കൂടി നോക്കാം. സിറ്റീസ് ആദ്യമേ എഴുതാം. എ ബി സി ഡി ആൻഡ് ഇ. അപ്പോൾ എന്ന് എവിടെ എത്തി? എ ആദ്യം വിസിറ്റ് ചെയ്തു. എന്ന് എവിടെ എത്തി? ഡി. ഇനി ഡിയിലേക്ക് ചാവാം. ഡിന്ന് എങ്ങോട്ട് എത്തിയ? ബിയിൽ. ബി വിസിറ്റ് ചെയ്തു അല്ലേ. പിന്നെ ബിയിൽ നിൽക്കുന്ന ആൾ എവിടെ എത്തി? ബിന്ന് എന്ത് സംഭവിച്ചു? എയിൽ. അതായത് എന്ന് ഡിയിലോട്ട് പോയി, ഡിന്ന് ബിയിലോട്ട് പോയി. പിന്നെ അപ്പോഴേക്കും അയാൾ എങ്ങോട്ട് വന്നു? വീണ്ടും എയിലേക്ക് ചാടി. പറ്റിയില്ല. അപ്പോൾ ഇതും നമ്മളുടെ തെറ്റാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ട്രാവൽ ഈ സമയത്ത് തന്നെ ആളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താമായിരുന്നു. അസൈൻമെന്റ് കോസ്റ്റും കാണാമായിരുന്നു. പക്ഷെ റൂട്ടിംഗ് കണ്ടീഷൻ ഓക്കെ അല്ല. therefore it is wrong. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, താങ്ക് യു.